ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. പ്രീമിയസ് കിച്ചണിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാവയ്ക്ക കറിയാണ് കേട്ടോ. പാവയ്ക്കയും ഉരുളക്കിഴങ്ങും ചേർത്തുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ആ പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. നമ്മൾ ഈ കറി വയ്ക്കുന്ന സമയത്ത് പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള പാവയ്ക്ക കറി നമുക്കുണ്ടാക്കാം. ഇത് ഒഴിച്ച് കഴിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് 1 കിലോ പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. പാവയ്ക്ക കറി വയ്ക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ നേരം ഉപ്പും പുളിയും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ലതുപോലെ കഴുകിയെടുത്തുള്ള പാവയ്ക്കാണ്. ഈ നമുക്ക് പാവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ പാവയ്ക്കയുടെ നീളത്തിലാണ് കേട്ടോ അരിയുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാവയ്ക്ക നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ അരിഞ്ഞെടുക്കാം. നമ്മൾ പാവയ്ക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ അരിയുന്നത് ആ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഒരുപാട് കനം വേണ്ട. അപ്പോൾ നമ്മളിതേ പാവയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള, ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം മതിയും. അതുപോലെ തക്കാളിയും അതുപോലെ ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ ഒരു വലിയ തക്കാളി മതിയാവും. 6 പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ടാണ്. പിന്നെ ഉരുളക്കിഴങ്ങ്, വലിയ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതേ സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി പാവയ്ക്കും ഇതുപോലെ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ വെള്ളമൊന്നും ഈ കറിയിൽ ചേർക്കുന്നേ ഇല്ല കേട്ടോ. നമ്മൾ ആകെ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1-ാം പാലും പിന്നെ 2-ാം പാലും ആണ് ചേർക്കുന്നത്. വെള്ളയും ചേർക്കുന്നില്ല. ഇതിപ്പോൾ പാവയ്ക്കയുടെ ആ പച്ച മണമെല്ലാം മാറി, പച്ച നിറമെല്ലാം മാറി നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളിയും പച്ചമുളകും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിക്കണം. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയും പച്ചമുളകും നല്ലതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതും ഇളക്കി കൊടുത്ത് തന്നെ വേവിക്കണം. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടൊന്നും ഉരുളക്കിഴങ്ങ് അരിയേണ്ട. അതേ ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. എങ്കിലേ നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങല്ല ഇടുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരെയുള്ളൂ. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് വേവിച്ചെടുക്കണം. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയ ശേഷം വേണമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ വെറും 2 സ്പൂണ് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടെ നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ 2 സ്പൂൺ മുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളത്. ഈ മുളക് പൊടിയുടെ ആ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് തേങ്ങാപ്പാൽ നമ്മൾ 2-ാം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുടംപുളിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുടംപുളി നല്ലതുപോലെ കഴുകിയ ശേഷം കുതിരാനായിട്ട് വെച്ചിട്ടുള്ള കുടംപുളിയാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പെല്ലാം നോക്കിയ ശേഷം വീണ്ടും ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങയുടെ 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം.
കാരണം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടേ ഇല്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ തേങ്ങാപ്പാലിൽ മാത്രമാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിരിക്കും, വളരെ സ്പെഷ്യലായിരിക്കും, വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി അതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരേണ്ട, ഒന്ന് തിള വരുന്ന സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇറക്കി വയ്ക്കാം. കടുക് കൂടെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മൾ പാവയ്ക്ക, ഉരുളക്കിഴങ്ങ്, കുടംപുളിയിട്ട് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാവും. ഒഴിച്ച് കഴിക്കാനും ഒക്കെ പറ്റും, ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനൊക്കെ പറ്റുന്ന സ്പെഷ്യലായിട്ടുള്ള കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക.